നമസ്കാരം. ഫേസ് 2 എഞ്ചിനീയറിംഗ് കീമിൻ്റെ 2024 ഫൈനൽ അലോട്ട്മെൻറ്റ് ഇന്നലെ രാത്രി CEEയുടെ സൈറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചു. ഞാൻ ഫേസ് 1 കഴിഞ്ഞപ്പോൾ ഒരു അനാലിസിസ് നടത്തിയിരുന്നു. ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേസ് 2 വരുമ്പോൾ ഇതുപോലെ ഒന്ന് പെട്ടെന്നൊന്ന് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. നമ്മുടെ ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ്. ഏകദേശം 50,250 സീറ്റുകളാണ് നമുക്കുള്ളത്. അതിൽ ചില പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകൾ 20,000 അതത് കോളേജുകളാണ് ഫില്ല് ചെയ്യുക. അത് കീമിൻ്റെ കീഴിൽ ഈ അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ വരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 30,250 ഫേസ് 2ൻ്റെ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ 22,871 സീറ്റുകളാണ് നമുക്ക് അലോട്ട്മെൻറ്റായിട്ട് വന്നിട്ടുള്ളത്. വിച്ച് മീൻസ് 25% സീറ്റുകൾ ഇപ്പോഴും കാലിയായിട്ട് കിടക്കുന്നു. അതിന് കാരണം കുട്ടികൾ ആ ഓപ്ഷൻസ് കൊടുക്കാതിരുന്നുകൊണ്ടാണ്. ഒരു പക്ഷേ ആ കോളേജ് താഴെ ഒരുപാട് ഫീഡ്ബാക്ക് മോശമുള്ള കോളേജുകളായിരിക്കാം, അല്ലെങ്കിൽ ആ കോഴ്സുകൾ അധികം പേര് എടുക്കാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ഈ കോളേജുകളിലൊന്നും കുട്ടികൾ അപേക്ഷ ഓപ്ഷനിൽ കൊടുക്കാത്ത കാരണം കൊണ്ട് തന്നെ അത് ഫില്ലായിട്ടില്ല ഇതുവരെ. ഏകദേശം 75% സീറ്റുകളാണ് ഇപ്പോഴും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫില്ലായിട്ടുള്ളൂ. ഞാൻ ചെറിയ ബ്രേക്കപ്പുകളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് ഈ ഒരു വ്യൂവിലേക്ക് പോകാം. അതായത് ഫേസ് 1നും ഫേസ് 2വിനും ഇടയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള ഒരു കാര്യമാണ്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23,751 കുട്ടികൾക്കാണ് ഫേസ് 1ൽ അലോട്ട്മെൻറ്റ് ലഭിച്ചത്. അതായത് ഓഗസ്റ്റ് എനിക്ക് തോന്നുന്നു 5-ാം തീയതി ആണെന്ന് തോന്നുന്നു ഫേസ് 1 വന്നത്. ഇപ്പോൾ ഓഗസ്റ്റ് 20-ന് ഫേസ് 2 വന്നപ്പോൾ 22,871 അലോട്ട്മെൻറ്റുകളായി. അപ്പോൾ അത് കുറഞ്ഞു. അപ്പോൾ നിങ്ങൾ കീം 2023ൻ്റെ ഫൈനൽ തേർഡ് അലോട്ട്മെൻറ്റ് നോക്കുകയാണെന്ന് 16,129 കുട്ടികൾക്കാണ് അലോട്ട്മെൻറ്റ് കൊടുത്തത്. അപ്പോൾ ഓരോ അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റുകളുടെ എണ്ണം കുറയും. അത് വേറൊന്നുമല്ല, കാരണം കുട്ടികൾ പയ്യെ പല കോഴ്സുകളിലേക്ക് പോകുന്നതുകൊണ്ടാണ്. മെയിനായിട്ട് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പോകുന്നത് നീറ്റിൻ്റെ ആ കുട്ടികൾ ഒഴിഞ്ഞു പോകുന്ന ഒരു ട്രെൻഡായിരിക്കും ഇനി വരാൻ പോകുന്ന അലോട്ട്മെൻറ്റുകൾ കാണാൻ സാധിക്കുക. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഫേസ് 1ൽ 1 മുതൽ 100 വരെ റാങ്കുകൾ 13 കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ 7ആയി. 1 മുതൽ 1000 വരെയുള്ള 439 കുട്ടികൾ ഫേസ് 1ലുണ്ടായിരുന്നതിൽ കുറേ പേര് ഒഴിഞ്ഞു പോയി. അപ്പോൾ ഈ ടോക്കൺ ഫീസൊക്കെ അടയ്ക്കണം എന്നൊക്കെ പറയുമ്പോൾ സീരിയസ് ആയിട്ടുള്ള കുട്ടികൾ മാത്രമാണ് അത് നിലനിൽക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞ ചെറിയ മാറ്റങ്ങൾ നമ്മൾ ഇതിൽ കാണുന്നത്. മനസ്സിലായി? അപ്പോൾ ഇതാണ് ഒരു വ്യൂ എന്ന് പറയുന്നത്. കുട്ടികൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട്, വലിയ രീതിയിലില്ലെങ്കിലും. എന്നിരുന്നാലും കുട്ടികൾ അത്യാവശ്യം കുറച്ച് പേരൊക്കെ ഒഴിഞ്ഞ് പോയിട്ടുണ്ട്. റൈറ്റ്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് 1നും 2വിൻ്റെ ഇടയ്ക്ക് നിങ്ങളിത് വായിക്കുമ്പോൾ ഇങ്ങനെ വായിച്ചാൽ മതി. അതായത് 1 മുതൽ 1000 വരെയുള്ള റാങ്കിൽ ഫേസ് 2 വന്നപ്പോൾ എത്ര കുട്ടികൾ ഒഴിഞ്ഞു പോയി ഫേസ് 1ലുണ്ടായിരുന്നു, പക്ഷെ അവർ ഫേസ് 2വിൽ ഇല്ല. 136 കുട്ടികൾ അങ്ങനെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അതേസമയം ഫേസ് 2വിലേക്ക് 3 കുട്ടികൾ ഈ റാങ്ക് റേഞ്ചിൽ വന്നിട്ടുണ്ട്. അതായത് അവർ ഫേസ് 1ൽ പങ്കെടുക്കാനായിട്ട് താല്പര്യം കാണിച്ചിട്ടില്ല, പക്ഷെ അവർ ഫേസ് 2വിലേക്ക് വന്നു. താല്പര്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഓപ്ഷൻ കൊടുത്തപ്പോൾ അവർക്ക് ഇന്ന കോളേജുകൾ മാത്രം മതി എന്നുള്ള രീതിയിലാണ് അവർ ഓപ്ഷൻ കൊടുത്തത്. അപ്പോൾ അവർ ആ സമയത്ത് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അവർക്ക് സീറ്റ് കിട്ടിയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ ഈ റാങ്കുകൾ ഇതിൻ്റെ ഇടയിലേക്ക് കയറി വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പല റാങ്ക് റേഞ്ചുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ഫേസ് 1ലും പങ്കെടുത്തവർ ഫേസ് 2വിൽ 4,026 പേര് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. മനസ്സിലായോ? 4,026 പേര് ഫേസ് 2വിൽ ഒഴിഞ്ഞു പോയിട്ടുണ്ട് ഫേസ് 1ൽ പങ്കെടുത്തവർ. പക്ഷേ 2,714 പേര് ഉള്ളിലേക്ക് കയറിയിട്ടുമുണ്ട് ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നെറ്റ് 1,312 അലോക്കേഷൻസ് ആണ് കുറഞ്ഞു പോയിരിക്കുന്നത് ഈ ഫേസ് 2വിൽ കമ്പയർഡ് ടു ഫേസ് 1. മനസ്സിലായോ? അപ്പോൾ പല കാരണങ്ങളാൽ കുട്ടികൾ ഒഴിഞ്ഞു പോകുന്നു. സീറ്റുകൾ ഒഴിഞ്ഞു പോകുന്നതിൽ ചില കുട്ടികൾക്ക് അലോട്ട്മെൻറ്റ് ആദ്യമായിട്ട് ലഭിച്ച കേസുകളാണ് ഈ സ്ഥലത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റാങ്ക് SM കാറ്റഗറിയിൽ പോയിരിക്കുന്നത് കഴിഞ്ഞ തവണ 30 ആയിരുന്നു. ഇതിപ്പോൾ 61. 30ാമത്തെ റാങ്ക് ഉള്ള കുട്ടി മാറി പോയിരിക്കുന്നു എന്നർത്ഥം. 61 ഇപ്പോൾ വന്നിരിക്കുന്നത്. ബാക്കി ഗവൺമെൻറ് എയ്ഡഡ് ആൻഡ് ഓട്ടോണമസിൽ 682 CS at TKM ആണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ 356 ആയിരുന്നു. അപ്പോൾ ഈ കുട്ടിയും ഒഴിഞ്ഞു പോയി എന്നർത്ഥം. ഗവൺമെൻറ് കോ ഷെയറിങ്ങിൽ കുട്ടി 95ാം റാങ്കുകാരൻ ഇപ്പോഴും ഫേസ് 2വിൽ പങ്കെടുക്കുന്നുണ്ട്. ഫേസ് 1ലും ആ കുട്ടി ഉണ്ടായിരുന്നു.
പ്രൈവറ്റിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ 980 CS at മുത്തൂറ്റ്. ആ കുട്ടി ഇപ്പോഴും നിലനിൽക്കുകയാണ് ഈ അലോട്ട്മെൻറ്റിൽ. ഇനി ലാസ്റ്റ് റാങ്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് കോളേജിൽ ഒരു സീറ്റ് പോയിരുന്നത് 22,891 സിവിൽ ആൻഡ് എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് GC വയനാട്. അത് കഴിഞ്ഞ തവണ 21,156 ആയിരുന്നു. അപ്പോൾ അത് റാങ്ക് സ്വല്പം താഴത്തേക്ക് പോകേണ്ടെന്ന് അർത്ഥം. ഗവൺമെൻറ് എയ്ഡഡ് ആൻഡ് ഓട്ടോണമസിൽ 13,349 റാങ്കുള്ള ഒരു കുട്ടിക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ബേസിൽ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ അത് ഫേസ് 1 12,200. ഇതൊക്കെ ഞാൻ ഫേസ് 1ഉം 2 ആയിട്ടോ കമ്പയർ ചെയ്യണം, അല്ലാതെ 2023 കീമിൻ്റെ കാര്യങ്ങളല്ല പറയണേ കേട്ടോ. ഇത് ഞാൻ 2024 ഫേസ് 1ഉം 2ഉം തമ്മിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്, ഈ ചിലർ ചോദിക്കുന്നുണ്ട് ലാസ്റ്റ് റാങ്ക് എത്ര താഴ്ന്നു പോയി, ലാസ്റ്റ് റാങ്ക് എന്തോരം താഴ്ത്തേക്ക് പോകുന്നു. അപ്പം ഒരു ചെറിയ വ്യൂ ആണ്. ഇപ്പോൾ കണ്ടില്ലേ, ഫേസ് 2വിലെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെ ബ്രാഞ്ച് വൈസുള്ള ലാസ്റ്റ് റാങ്കാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ സയൻസിൽ 3031 ഫേസ് 2വിൽ വന്നിരിക്കുന്നത്. അത് ഫേസ് 1ൽ 2504 വരെ പോയിട്ടായിരുന്നുള്ളൂ, അത് 3003. ഇനി നിങ്ങൾ കീം 2023 ഫൈനൽ അലോട്ട്മെൻറ്റ് ഫേസ് 3ൽ നോക്കുകയാണെങ്കിൽ ചെറിയ കമ്പാരിസൺ 3546 വരെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇനിയും കുട്ടികൾ ഒഴിഞ്ഞു പോകാനുണ്ട്. റാങ്കിൻ്റെ ലാസ്റ്റ് റാങ്ക് താഴത്തേക്ക് കുറച്ചുകൂടെ പോകാനായിട്ട് സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. എസ്പെഷ്യലി നമ്മുടെ നീറ്റിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇപ്പോൾ നടക്കുന്നുള്ളൂ. അതേസമയം എഞ്ചിനീയറിംഗിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഓൾറെഡി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തേർഡ് വരുമ്പോഴേക്കും കുറേ കുട്ടികൾ ഒഴിഞ്ഞു പോകാനായിട്ട് നല്ല സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫേസ് 2വിലെ ലാസ്റ്റ് റാങ്ക്, ഫേസ് 1ൽ ലാസ്റ്റ് റാങ്ക്, ഇനി കീം 2023 ഫേസ് 3ൽ എന്തായിരുന്നു ലാസ്റ്റ് റാങ്ക്, അത് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ മാത്രം ആണ് കേട്ടോ. ഇത് വേറെ കോളേജുകൾ, ഇത് SM കാറ്റഗറിയാണ്, വേറെ ഒറ്റ കോളേജുകൾ ഇതിൽ പെടുത്തിയിട്ടില്ല. അതായത് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് ഇതിൽ പെടുത്തിയിട്ടില്ല, അതുപോലെ തന്നെ പ്രൈവറ്റ് ഓട്ടോണമസ് ഒന്നും പെടുത്തിയിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഒരു കമ്പാരിസൺ വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ SM കാറ്റഗറിയിൽ ഫേസ് 1ൽ 342 ആയിരുന്നു ലാസ്റ്റ് റാങ്ക്. അത് ഫേസ് 2ലായപ്പോൾ കുറച്ച് താഴത്തേക്ക് പോയി 530. പക്ഷെ നിങ്ങൾ 2023 ഫേസ് 3 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 649 വരെ അത് പോയിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. അതുപോലെ തന്നെ ഓരോ ബ്രാഞ്ചിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഈ കമ്പ്യൂട്ടർ സയൻസിൻ്റെ നിങ്ങൾക്കൊരു റെഫറൻസ് പോലെ കാണിച്ചിരിക്കുന്നതാണ്. കാരണം കമ്പ്യൂട്ടർ സയൻസിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. അപ്പോൾ തീർച്ചയായിട്ടും ഫേസ് 1ൽ നിന്ന് ഫേസ് 2ലേക്ക് ചെറിയ ഒരു ഡിപ്പ് നമ്മൾ കാണുന്നുണ്ട്. 100, ചിലത് 300 റാങ്കിൻ്റെ ഒക്കെ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫേസ് 3 ഓഫ് കീം 2023ലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ കണക്കുകൾ, ഈ നമ്പറുകൾ നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഞാൻ ഈ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്കിടയിൽ എൻ്റെ ഈ ചാനലിൽ വീഡിയോസ് നിങ്ങൾ നോക്കിയാൽ ഒരുപാട് വീഡിയോസ് ഒന്നും ആകെ 17-18 ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിൽ ഓൾ ബ്രാഞ്ചസ് കീം 2023 ലാസ്റ്റ് റാങ്ക്, ഓൾ ടോപ്പ് കോളേജസ് കീം 2023 ലാസ്റ്റ് റാങ്ക്, ഈ 2 വീഡിയോയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് ഞാൻ കീം 2024 ഫേസ് 3ൽ എത്ര റാങ്ക് വരെ പോയിന്റെന്ന് കാണിച്ചിട്ടുണ്ട്. നിങ്ങളത് റെഫറൻസ് ആയിട്ട് എടുത്തിട്ട്, ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ചോദ്യമുണ്ട്, ഇത് കിട്ടോ അത് കിട്ടോ ഈ കാറ്റഗറിയിൽ. അവിടെ ഞാൻ കാറ്റഗറി അടക്കം ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കമ്പാരിസൺ നടത്തിയിട്ട് നിങ്ങൾക്കൊരു ഊഹങ്ങൾ ഗസ് ചെയ്യാം, ഒരു പക്ഷേ അവിടെ വരെ പോകുമായിരിക്കാം എന്നുള്ളത്. അല്ലാതെ നമുക്ക് വേറെ ഇൻ്റലിജൻസ് ഇതിൽ ഒന്നും തന്നെ ലഭിക്കാനില്ല. കിട്ടുമോ കിട്ടില്ലയോ എന്ന് അറിയാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. പക്ഷെ ഒരു ഐഡിയ നമുക്ക് ലാസ്റ്റ് റാങ്ക് കഴിഞ്ഞ വർഷത്തെ നോക്കുമ്പോൾ കിട്ടുന്നു മാത്രം. ഇനി നമ്മൾ ഇലക്ട്രോണിക്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഫേസ് 1നും ഫേസ് 2നും ഇടയ്ക്ക് വന്നു. കീം 2024 ഡാറ്റ ഇവിടെ കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ പഴയ എൻ്റെ ഈ 2-3 ആഴ്ചക്കുള്ള ഡ്യൂറേഷനുള്ള വീഡിയോ നോക്കിയാൽ മതി. അപ്പോൾ അതിൽ കൃത്യമായിട്ട് കിട്ടും. 595 എന്നുള്ളത് നമ്മുടെ 761ലേക്ക് വന്നിട്ടുണ്ട്. 1327 എന്നുള്ളത് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഫേസ് 2ൽ വന്നപ്പോൾ 1616 വന്നിട്ടുണ്ട്. അപ്പോൾ ഒട്ടും മാറ്റങ്ങൾ ഇല്ല എന്ന് നമ്മൾ വിചാരിച്ചത് ശരിയല്ല. അത് കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും ഡിഫറൻസ് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ആരാണ് ഒഴിഞ്ഞു പോകാന്നൊരു ക്വസ്റ്റൻ ഉണ്ട്. അപ്പോൾ കുറച്ച് സീരിയസ് അല്ലാത്ത കുട്ടികൾ ഫേസ് 1ൽ ചുമ്മാ കയറി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇവിടെയും റാങ്കുകൾക്ക് മാറ്റം വന്നിട്ട്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ 1158 ആയിരുന്നു, അത് 1466 പോയിട്ടുണ്ട്. 2574 തൃശ്ശൂർ, അത് 3136 ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പോയിട്ടുണ്ട്. മെക്കാനിക്കൽ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും മെക്കാനിക്കൽ നമുക്കറിയാം ഒരുപാട് പേര് പ്രിഫർ ചെയ്യുന്ന ഒരു ബ്രാഞ്ച് അല്ല. പണ്ടത്തെ വലിയൊരു കോർ ബ്രാഞ്ച് ആയിരുന്നില്ല. ഇപ്പോൾ കുട്ടികൾ അത് അധികം അങ്ങോട്ട് ഓപ്റ്റ് ചെയ്യണില്ല. പക്ഷേ ഗവൺമെൻറ് കോളേജുകളിൽ ഇപ്പോഴും ടോപ്പ് റാങ്കുകളിൽ അതിന് എടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് 3274 ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത്. ഫേസ് 1ൽ 2700 ആയിരുന്നു, അപ്പോൾ താഴത്തേക്ക് പോന്നിട്ടുണ്ട്. തൃശ്ശൂരാണെങ്കിൽ 5400 വരെ വന്നിട്ടുണ്ട്. ഫസ്റ്റിൽ 4000
9,900 അങ്ങനെ ഞാൻ കുറച്ച് ബ്രാഞ്ചുകളുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. ഇനി സിവിൽ ഇതുപോലെ നോക്കുകയാണെങ്കിൽ കോർ ബ്രാഞ്ച് കുറച്ച് കൊടുത്തിട്ടുണ്ട്, എല്ലാ ബ്രാഞ്ചും കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ നിങ്ങളുടെ ഫേസ് 2ൻ്റെ അലോട്ട്മെൻറ്റും കഴിഞ്ഞ വർഷത്തെ കീം 2024 ഫേസ് 3 അലോട്ട്മെൻറ്റും നമുക്ക് PDF എൻ്റെ ഈ വീഡിയോയിൽ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഉണ്ട്. അവിടെ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സാധ്യതകൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു ചെറിയൊരു അനാലിസിസ് വീഡിയോ ആയിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. ചെറിയൊരു ഒരു ഇൻപുട്സ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു പക്ഷേ ലഭിച്ചേക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.